ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി എന്താണ്? സൗന്ദര്യമോ? പണമോ? ബന്ധങ്ങളോ? അല്ല. ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി അവളുടെ മനസ്സിലാണ്. അവളുടെ തീരുമാനങ്ങളിലാണ്. അവളുടെ ആത്മാഭിമാനത്തിലാണ്. ചരിത്രം തെളിയിക്കുന്നു. സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ സ്ത്രീയെ ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ചാണക്യൻ പറഞ്ഞത്, സ്വയം നിയന്ത്രിക്കുന്നവളെ ഒരു ശക്തിക്കും തകർക്കാനാവില്ല. ഇന്നത്തെ വീഡിയോയിൽ ഒരു സാധാരണ സ്ത്രീയെ ശക്തമായ, ആത്മവിശ്വാസമുള്ള, അൺസ്റ്റോപ്പബിൾ സ്ത്രീയാക്കുന്ന 10 മഹത്തായ ശീലങ്ങൾ നമ്മൾ കാണും. ഈ വീഡിയോ അവസാനിക്കും മുൻപ് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ പുതിയ രീതിയിൽ തിരിച്ചറിയും. 1. ആത്മാഭിമാനം. എല്ലാ ശക്തിയുടെയും അടിസ്ഥാനം ആത്മാഭിമാനത്തിലാണ്. ഒരു സ്ത്രീ സ്വന്തം വാല്യൂ മറന്നാൽ ലോകം അവളെ ഉപയോഗിക്കും. പല സ്ത്രീകളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്, സ്നേഹം നേടാൻ, അക്സെപ്റ്റൻസ് നേടാൻ സ്വന്തം ഡിഗ്നിറ്റി സാക്രിഫൈസ് ചെയ്യുകയാണ്. പക്ഷെ ഓർക്കുക, നിങ്ങളെ വില കുറയ്ക്കുന്ന സ്നേഹം സ്നേഹമല്ല. നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന ബന്ധം ഡെസ്റ്റിനിയല്ല. ശക്തമായ സ്ത്രീ ആരുടെയെങ്കിലും അറ്റൻഷൻ വേണ്ടി ബെഗിങ് ചെയ്യില്ല. അവൾ പറയുന്നത് ഒറ്റ വാക്ക്: എൻ്റെ പ്രസൻസ് വാല്യൂ ചെയ്യാത്തിടത്ത് എൻ്റെ ആബ്സെൻസ് ഫീൽ ചെയ്യും. ആത്മാഭിമാനം എന്നത് ഈഗോ അല്ല, സെൽഫ് വർത്താണ്. 2. ഹൃദയം സ്നേഹിക്കട്ടെ, പക്ഷേ ബുദ്ധി നയിക്കണം. ഇമോഷണൽ കൺട്രോൾ. സ്ത്രീകൾ പലപ്പോഴും ഹൃദയത്തോടെയാണ് ജീവിക്കുന്നത്. അതിൽ തെറ്റില്ല. പക്ഷേ ഹൃദയം മാത്രം ഉപയോഗിച്ച് തീരുമാനമെടുത്താൽ ജീവിതം പലപ്പോഴും തകരും. എപ്പോൾ വിശ്വസിക്കണം, എപ്പോൾ സംശയിക്കണം, എപ്പോൾ ക്ഷമിക്കണം, എപ്പോൾ വിട്ടുപോകണം, ഇതറിയണം. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം ശത്രുവിന് ഒരിക്കലും കാണിക്കരുത്. എല്ലാവർക്കും നിങ്ങളുടെ ടിയേഴ്സ് കാണിക്കേണ്ടതില്ല. മൗനം പാലിച്ച ചില നിമിഷങ്ങൾ ജീവിതത്തിലെ വലിയ ജയമാകും. 3. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഒരു സ്ത്രീ സാമ്പത്തികമായി സ്വതന്ത്രയായാൽ അവളുടെ ജീവിതം മാറും. കാരണം പണം വെറും കറൻസിയല്ല, ചോയ്സാണ്. സ്റ്റേ ചെയ്യണോ, ലീവ് ചെയ്യണോ, സ്റ്റാർട്ട് ചെയ്യണോ, സ്റ്റോപ്പ് ചെയ്യണോ, ഇവയെല്ലാം തീരുമാനിക്കാൻ പവർ നൽകുന്നത് ഇൻഡിപെൻഡൻസ് ആണ്. പല സ്ത്രീകളെയും സൊസൈറ്റി ഡിപെൻഡൻ്റ് ആക്കാൻ പഠിപ്പിച്ചു. പക്ഷേ ശക്തമായ സ്ത്രീ ചോദിക്കും, വൈ ഷുഡ് ഐ ഡിപെൻഡ് വെൻ ഐ കൻ ബിൽഡ്? സ്വന്തം വരുമാനം, സ്വന്തം ഐഡന്റിറ്റി, സ്വന്തം ഡിസിഷൻസ്, ഇത് ലക്ഷറി അല്ല, നെസസിറ്റിയാണ്. 4. ബൗണ്ടറീസ്. നോ പറയാൻ പഠിക്കുക. കൈൻഡ് ആയിരിക്കുക നല്ലതാണ്, പക്ഷേ എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കുക അപകടകരമാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ പീസ്, നിങ്ങളുടെ എനർജി, ഇവ അത്യന്തം വിലപ്പെട്ടതാണ്. എല്ലാവർക്കും ആക്സസ് കൊടുക്കരുത്, കാരണം എല്ലാവരും നിങ്ങളുടെ ഹാർട്ട് ഡിസേർവ് ചെയ്യില്ല. നോ പറയുന്നത് റൂഡല്ല, സെൽഫ് റെസ്പെക്റ്റ് ആണ്. ശക്തമായ സ്ത്രീ എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കില്ല, ആദ്യം സ്വയം സംരക്ഷിക്കും. 5. അറിവ്, നോളജ്. ബ്യൂട്ടി അട്രാക്ട്സ്, വിസ്ഡം ഡോമിനേറ്റ്സ്. സൗന്ദര്യം ഒരു നിമിഷം ആകർഷിക്കും, അറിവ് ജീവിതം മുഴുവൻ ബഹുമാനിക്കപ്പെടും. ഒരു സ്ത്രീ പഠിക്കുമ്പോൾ അവൾ വെറും എഡ്യൂക്കേറ്റഡ് ആവുന്നില്ല, എംപവേർഡ് ആവുന്നു. ബുക്സ്, സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, അവെയർനെസ്, ഇവയാണ് മോഡേൺ വുമനിൻ്റെ വെപ്പൻസ്. ലോകം മാറുന്നു, ടെക്നോളജി മാറുന്നു, പീപ്പിൾ മാറുന്നു. പക്ഷേ ലേണിംഗ് നിർത്തുന്ന സ്ത്രീ പിന്നിലാകും. നെവർ സ്റ്റോപ്പ് ഗ്രോയിങ്. 6. മെൻ്റൽ ഫിസിക്കൽ ഹെൽത്ത്. യഥാർത്ഥ ശക്തി ഉള്ളിൽ നിന്നാണ് ഉയരുന്നത്. മനസ്സ് തളർന്നിരിക്കുമ്പോൾ ജീവിതത്തിലെ വലിയ അനുഗ്രഹം പോലും ഭാരമായി തോന്നാം. അകത്ത് ശാന്തിയില്ലെങ്കിൽ പുറത്തെ വിജയങ്ങൾക്കും നിറമുണ്ടാക്കില്ല. ശരീരം ക്ഷീണിച്ചാൽ ആത്മവിശ്വാസം പോലും പതറാം. കാരണം ശക്തി വെറും പുറത്തുള്ള രൂപത്തിലല്ല, ഉള്ളിലെ സമാധാനത്തിലും ആരോഗ്യത്തിലുമാണ്. അതുകൊണ്ട് വിശ്രമിക്കൂ, സ്വയം സുഖപ്പെടുത്തൂ, ശരീരത്തെ കരുത്താക്ക്, സനെ സംരക്ഷിക്കൂ. നിങ്ങളുടെ എനർജി,
നിങ്ങളുടെ പീസ്, നിങ്ങളുടെ ഹെൽത്ത് ഇവ ലക്ഷറിയല്ല, ജീവിതത്തിൻ്റെ അടിത്തറയാണ്. ഓർക്കൂ, സെൽഫ് കെയർ ആഡംബരമല്ല, സ്വയം നിലനിർത്താനുള്ള ശക്തിയാണ്. 7. നിങ്ങളെ തകർക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കൂ. എല്ലാ ബന്ധങ്ങളും സംരക്ഷിക്കേണ്ടതില്ല. എല്ലാ ബന്ധങ്ങളും ജീവിതകാലം മുഴുവൻ നിലനിൽക്കാനല്ല. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ തുടരാനല്ല, നമ്മെ പഠിപ്പിക്കാൻ മാത്രമാണ് വരുന്നത്. നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന, നിങ്ങളുടെ മനസ്സ് ക്ഷീണിപ്പിക്കുന്ന, നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്ത ആളുകളെ പിടിച്ചു നിർത്തുന്നത് സ്നേഹമല്ല, സ്വയം തകർക്കലാണ്. ഓർക്കൂ, എല്ലാവരെയും രക്ഷിക്കാനാവില്ല, പക്ഷേ നിങ്ങളെ തന്നെ രക്ഷിക്കാം. അകന്നു നിൽക്കുന്നത് ചിലപ്പോൾ വേദനിപ്പിക്കും, പക്ഷേ നിങ്ങളെ തകർക്കുന്നിടത്ത് തുടരുന്നത് അതിലും വലിയ വേദനയാണ്. ശക്തമായ സ്ത്രീ എപ്പോൾ പിടിച്ചു നിർത്തണമെന്നും എപ്പോൾ വിട്ടുപോകണമെന്നും അറിയുന്നവളാണ്. 8. ആത്മവിശ്വാസം. സംസാരിക്കാതെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയപ്പെടണം. ആത്മവിശ്വാസം പുറമേ കാണിക്കുന്ന അലങ്കാരമല്ല, അത് ഉള്ളിൽ നിന്നുള്ള ശക്തിയാണ്. ഇത് മുഖത്ത് ധരിക്കുന്ന മേക്കപ്പ് അല്ല, മനസ്സിൽ വളർത്തുന്ന മൈൻഡ് സെറ്റാണ്. ഒരു ശക്തമായ സ്ത്രീ എവിടെയായാലും കടന്നു വരുമ്പോൾ അവൾ അംഗീകാരം ചോദിക്കില്ല, അവളുടെ സാന്നിധ്യം തന്നെ അത് നേടും. അവളുടെ നിലവാരം, അവളുടെ വ്യക്തത, അവളുടെ ആത്മശക്തി ഇവയെല്ലാം വാക്കുകളേക്കാൾ ശക്തമായി സംസാരിക്കും. കാരണം യഥാർത്ഥ കോൺഫിഡൻസ് ശബ്ദത്തിലല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലാണ്. ശക്തമായ സ്ത്രീ ശ്രദ്ധ നേടാൻ ശ്രമിക്കില്ല, അവളുടെ പ്രസൻസ് തന്നെ മറക്കാനാവാത്തതാകും. 9. ലക്ഷ്യം. ദിശയില്ലെങ്കിൽ ജീവിതം മറ്റുള്ളവർ നയിക്കും. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ വഴിയും തീരുമാനങ്ങളും നിർണ്ണയിക്കും. ദിശയില്ലാത്തവർ പലപ്പോഴും മറ്റുള്ളവരുടെ സ്വപ്നങ്ങളിൽ ഒരു ചെറിയ കഥാപാത്രമായി മാറും. പക്ഷേ ലക്ഷ്യമുള്ള സ്ത്രീ സ്വന്തം ജീവിതത്തിൻ്റെ കഥ സ്വയം എഴുതും. അവൾ സാഹചര്യങ്ങളെ പിന്തുടരില്ല, സ്വന്തം ദിശ സൃഷ്ടിക്കും. കരിയർ ആയിരിക്കാം, പാഷൻ ആയിരിക്കാം, മിഷൻ ആയിരിക്കാം, പക്ഷേ ഭയത്തേക്കാൾ വലിയൊരു കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം ലക്ഷ്യമുള്ള സ്ത്രീയെ തടയാൻ പ്രയാസമാണ്. അവൾ വീണാലും വീണ്ടും ഉയരും, കാരണം അവൾക്ക് പോകേണ്ട ദിശ അറിയാം. ഓർക്കൂ, ശക്തമായ സ്ത്രീ ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്ന് കാത്തിരിക്കില്ല, അവൾ തന്നെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് നടക്കും. 10. മൗനവും തന്ത്രവും. എല്ലാ വിജയവും ശബ്ദമുണ്ടാക്കി നേടേണ്ടതില്ല. ഓരോ പോരാട്ടവും ശബ്ദത്തോടെ ജയിക്കണമെന്നില്ല. ചില വിജയങ്ങൾ മൗനത്തിലാണ് പിറക്കുന്നത്. ചിലപ്പോൾ മിണ്ടാതെ ഇരിക്കുക, പക്ഷെ മുന്നോട്ട് നീങ്ങുക. ശാന്തമായി വളരുക, പക്ഷെ നിർത്താതെ വളരുക. വിളിച്ചു പറയാതെ ജയിക്കുക, പക്ഷേ നിങ്ങളുടെ വിജയം തന്നെ സംസാരിക്കട്ടെ. കാരണം എല്ലാ പദ്ധതികളും ലോകത്തോട് പറയേണ്ടതില്ല, ചിലത് ഫലങ്ങളിലൂടെ തെളിയിക്കാം. നിങ്ങളെ വില കുറച്ച് കണ്ടവർ, നിങ്ങളെ ചെറുതായി കണ്ടവർ ഒരു ദിവസം നിങ്ങളുടെ മാറ്റവും വിജയവും കണ്ടു മിണ്ടാതാകും. ഓർക്കൂ, ശക്തി എല്ലായ്പ്പോഴും ശബ്ദത്തിലല്ല, ചിലപ്പോൾ ഏറ്റവും വലിയ ശക്തി മൗനത്തിൽ വളരുന്ന തന്ത്രത്തിലാണ്. ശക്തമായ സ്ത്രീ ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല, പക്ഷേ അവെയർ ആയിരിക്കും. അവൾ വീഴും, പക്ഷെ വീണ്ടും ഉയരും. അവൾ കരയും, പക്ഷെ തകരില്ല. അവൾ സ്നേഹിക്കും, പക്ഷേ സ്വന്തം വാല്യൂ നഷ്ടപ്പെടുത്തില്ല. ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് പവർ എന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കലല്ല, സ്വന്തം മനസ്സിനെയും ജീവിതത്തെയും നിയന്ത്രിക്കലാണ്. അതിനാൽ നിങ്ങളുടെ ശക്തി തിരിച്ചറിയൂ, നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഉയർത്തൂ, നിങ്ങളുടെ ജീവിതം നിങ്ങളെ തന്നെ നയിക്കൂ. കാരണം ഒരു സ്ത്രീ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞാൽ അവളെ തടയാൻ ലോകത്തിനാവില്ല. ഈ 10 ശീലങ്ങളിൽ ഏതാണ് നിങ്ങൾ ഇന്ന് മുതൽ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? കോമെന്റ് ചെയ്യൂ. ഈ വീഡിയോ മറ്റൊരു ശക്തയായ സ്ത്രീക്കും ഷെയർ ചെയ്യൂ. ബിക്കോസ് എംപവർഡ് വിമൻ എംപവർ വിമൻ. വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കോമെന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരത്തിലുള്ള കോണ്ടന്റ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ്.